എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു അടിപൊളി ജംസ്യൂട്ടാണ്, നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ജംസ്യൂട്ടാണ് കേട്ടോ. ഇത് 9 വയസ്സായിട്ടുള്ള ഒരു കുഞ്ഞിൻ്റെ അളവിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. ഈസി ആയിട്ട് 10 മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ജംസ്യൂട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത്. അതിനായിട്ട് ഞാനിവിടെ റയോണിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ 1.5 മീറ്റർ എടുത്തിട്ടുണ്ട്. ഇത് വീതിയുള്ള മെറ്റീരിയലാണ് കേട്ടോ. വീതിയുള്ളതായതുകൊണ്ട് നമുക്ക് 1.5 മീറ്റർ മതി. ഇനി നമുക്ക് ഇത് 4 ആയിട്ട് മടക്കിയിടണം. അപ്പോൾ അതിന് 2 ആയിട്ട് മടക്കി നമ്മൾ വിത്ത് വൈസാണ് മടക്കുന്നത്, വീതിയുള്ള തുണി ആയതുകൊണ്ട്. പിന്നെ നമ്മൾ ഒന്നുകൂടി മടക്കണം. അങ്ങനെ നമ്മൾ 4 ആയിട്ട് ഇത് മടക്കിയിടാണ് കേട്ടോ. പിന്നെ നമ്മളൊരു അളവ് ഡ്രസ്സ് എടുക്കുക. അത് ഇതുപോലെ 2 ആയിട്ട് ഇതുപോലെ മടക്കി നമ്മൾ മടക്കി വെച്ചിട്ടില്ലേ, അതിൻ്റെ മടക്ക് ഭാഗത്തായിട്ട് ഇതുപോലെ ഈ കാണുന്ന പോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നെക്ക് മാർക്ക് ചെയ്തു. പിന്നെ ഷോൾഡറില്ലേ, ആ കാണുന്ന ഭാഗം മാർക്ക് ചെയ്യുക. പിന്നെ നമുക്ക് ആം ഹോള് അവിടെ മാർക്ക് ചെയ്യണം. പിന്നെ നമ്മൾ ഇതുപോലെ പിടിച്ചിട്ട് ആ ഒരു ഷേപ്പും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് താഴോട്ട് വരയ്ക്കാം, താഴോട്ട് മാർക്ക് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് ഇത്ര ഇറക്കം ഞാൻ എടുക്കുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വരയ്ക്കാനത്. ഇത്ര ഇറക്കമുള്ള ടോപ്പാണ്. പിന്നെ നമ്മൾ നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം. എനിക്ക് എന്തോരം ഇറക്കം വേണം നോക്കിയിട്ട് മാർക്ക് ചെയ്യാം. നമ്മൾ ആദ്യം ഷോൾഡർ, നെക്ക് മാർക്ക് ചെയ്തു, ആം ഹോൾ മാർക്ക് ചെയ്തു. പിന്നെ നമ്മളൊരു 1.5 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുക. നമ്മൾ സ്റ്റിച്ചിങ് അലവൻസിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ചോളം എക്സ്ട്രാ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ യോക്കിൻ്റെ ലെങ്ത്ത് 14 ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ. നമുക്ക് ഈ യോക്ക് ആദ്യം നമ്മൾ ചെയ്യുന്നു, അതിന് ശേഷമാണ് പാൻറ് ചെയ്യുന്നത്. ജംസ്യൂട്ടിൽ അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ യോക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോർഷൻ ഇതുപോലെ സിബ് വെച്ച് കൊടുക്കാനായിട്ട് ഇതിൻ്റെ സെൻറ്റർ ഇതുപോലെ മടക്കിയിട്ട് സെൻറ്റർ കട്ട് ചെയ്യാണ്. നമുക്ക് സിബ് വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ സെൻറ്റർ കട്ട് ചെയ്തു. ഇനി നമുക്ക് പാൻറ്റ് മാർക്ക്, താഴെ പോർഷൻ മാർക്ക് ചെയ്യാം. അതുപോലെ ഒരു അളവ് പാൻറ്റ് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഇതിൽ കാണുന്ന പോലെ 2 ആയിട്ട് നമ്മൾ മടക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യാം. നമ്മളൊരു 3/4 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച്, 1 ഇഞ്ചോളം എക്സ്ട്രാ എടുത്തിട്ട് മാർക്ക് ചെയ്യാം. നമുക്ക് പാൻറ്റിന് എന്തോരം ലൂസ് വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് എടുക്കുക. ലെഗിൻസ് ഒക്കെ ആണെങ്കിൽ ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ചൊക്കെ എക്സ്ട്രാ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു 1 ഇഞ്ചോളം എക്സ്ട്രാ എടുക്കുന്നുണ്ട്. മുകളിൽ നിന്ന് 1 ഇഞ്ച് ഇറക്കി വയ്ക്കുക, താഴെയും 1 ഇഞ്ച് നമുക്ക് മടക്കി എടുക്കാനായിട്ട് എക്സ്ട്രാ ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ശ്രദ്ധിക്കുക. മുകളിൽ ഒരു 1/2 ഇഞ്ച് പാൻറ് ഇറക്കി വയ്ക്കണം. ഇനി നമുക്ക് പാൻറ്റിൻ്റെ കഴിഞ്ഞ് നമുക്ക് യോക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് സിബ് വെച്ച് കൊടുക്കേണ്ട ആ പോർഷന് നമുക്ക് ഇതുപോലെ ഒരു പീസ് വെച്ച് അടിക്കണം. അപ്പം അതിന് ഞാൻ 1 ഇഞ്ച് വീതിയുള്ള ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നമ്മൾ അതിൻ്റെ ഒരു സൈഡ് മടക്കി കൊടുക്കണം. ആദ്യം തന്നെ ഒരു സൈഡ് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർന്ന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അരികെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ മറ്റേ സൈഡും ഇതുപോലെ അരികെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. അതിന് തന്നെ ഒരു സൈഡ് അടിച്ചെടുക്കണം കേട്ടോ, ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സൈഡിലൊന്ന് ചെറുതായിട്ട് ഇതുപോലെ കട്ടിട്ട് കൊടുക്കുകയാണ്. അതായത് ഇതുപോലെ തിരിച്ച് ഇട്ട് കൊടുക്കാം, തിരിച്ചിടുക. എന്നിട്ട് നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം അവിടെ. അതുപോലെ തന്നെ മറ്റേ സൈഡും 1 ഇഞ്ചോളം വീതിയുള്ള സ്ട്രിപ്പ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ അവിടെ നീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സിബ് വയ്ക്കാം. സിബ് വയ്ക്കാനായിട്ട് ഞാനിപ്പോൾ ഈ ഒരു ഇൻവിസിബിൾ സിബ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ നോർമൽ സിബാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ വെച്ച് കൊടുക്കാം. ആദ്യം സിബ് കുറച്ച് തുറന്ന് വയ്ക്കുക കേട്ടോ, എന്നിട്ട് നമ്മളിത് വെച്ച് കൊടുക്കുകയാണ്. ഇൻവിസിബിൾ സിബ് ചെയ്യാൻ പറ്റുന്നവർ അത് ചെയ്യുക. ജംസ്യൂട്ടിന് അതായിരിക്കും നന്നായിട്ടുണ്ടാവുക. നമ്മൾ കുറച്ചൊരു പോയിന്റ് ഇറക്കിയിട്ട് സിബ് വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു 2 പോയിന്റ് ഇറക്കിയിട്ട് വെച്ച് കൊടുക്കുക, ഒത്തിരി ഇറക്കരുത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ കണ്ടോ ഇതിൻ്റെ സൈഡ് അരികെ ചേർന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ താഴെ എത്തുമ്പോൾ നമ്മൾ ഇത് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ സ്ക്വയർ ഷേപ്പിലെടുക്കുക. പിന്നെ ശ്രദ്ധിക്കുക, ആ സിബ് മൂടുന്ന രീതിയിൽ വേണം കേട്ടോ ഈ ഒരു പീസ് വെച്ച് കൊടുക്കാൻ. സിബ് കാണാത്ത രീതിയിൽ മുകളിലോട്ടാക്കിയിട്ട് വെച്ച് കൊടുക്കണം. ഇതുപോലെ കണ്ടോ കവർ ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇവിടെ എത്തുമ്പോൾ സിബ് അടയ്ക്കണം കേട്ടോ. നമ്മൾ ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുറന്നിട്ടുള്ള സിബ് അടച്ചു കൊടുക്കുക.
നമ്മൾ സിപ്പ് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് രണ്ട് വശങ്ങളും നല്ല വശങ്ങൾ ചേർത്ത് ഷോൾഡർ അടിച്ചു കൊടുക്കണം. ഷോൾഡർ അടിച്ചതിന് ശേഷം നമുക്ക് നെക്കും ആം ഹോളും ചെയ്തെടുക്കണം. അതിനായിട്ട് ക്രോസ് പീസ് എടുക്കുക. ക്രോസ് പീസ് ഒരു 1.5 ഇഞ്ച് വീതിയിലുള്ള ക്രോസ് പീസ് എടുത്തിട്ട് നമ്മളിതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ ഇതിൻ്റെ നല്ല വശങ്ങൾ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഉള്ളിലോട്ട് മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ നെക്കും ആം ഹോളും ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് പാൻറ്റിൻ്റെ ഇത് ചെയ്യാം. പാൻറ്റിൻ്റെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വയ്ക്കുക. നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ, ക്രോച്ച് ഭാഗമാണ് നമ്മൾ ആദ്യം അടിക്കുന്നത് കേട്ടോ. ഒരു 1/2 ഇഞ്ച് വീതിയിൽ ക്രോച്ച് അടിച്ചു കൊടുക്കുക. ആ ഷേപ്പ് വരുന്ന ഭാഗം വരെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം കണ്ടോ ഇതുപോലെ ഇങ്ങനെ നിർത്തിക്കുക. എന്നിട്ട് നമുക്ക് താഴെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യണം. പാൻറ്റിൻ്റെ താഴെ ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ നമ്മൾ ഇതുപോലെ ഈ ഒരു പോർഷൻ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമുക്ക് എങ്ങനെയാണ് 1 ഇഞ്ച് വീതിയിലോ 1.5 ഇഞ്ച് വീതിയിലോ നമ്മൾ എക്സ്ട്രാ എടുത്ത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പാൻറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ടോപ്പ് യോക്ക് പോർഷൻ ഉണ്ടല്ലോ, അത് ഇതുപോലെ വെച്ച് കൊടുക്കുക. നമുക്ക് എങ്ങനെയാണ് അളവ് വരുന്നത് നോക്കാനായിട്ട് കണ്ടോ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് എവിടെയാണ് വരുന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളത് ഷേപ്പാക്കി എടുക്കുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഡ്രസ്സ് ടോപ്പ് രണ്ട് സൈഡും കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും ജോയിൻ ചെയ്തെടുക്കണം. ടോപ്പും പാൻറ്റും ഒരുമിച്ച് ചേർത്ത് ഇതുപോലെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഒരുപോലെ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. വശം മാറിപ്പോകരുത്. ഉള്ളിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കണം. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാനായിട്ട് ഇതുപോലെ ഒരു പീസ് എടുക്കുക. ഒരു 4 ഇഞ്ച് വിട്ട് വരുന്ന ഒരു പീസാണ് കേട്ടോ. നിങ്ങൾ എത്ര വീതിയുള്ള, ഞാനിപ്പോൾ 3/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിനി ഇതിന് ചുറ്റും വെച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പീസ് രണ്ടായിട്ട് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല വശം ഉള്ളിലോട്ട് പോയിട്ട് മടക്കാം കേട്ടോ. ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശം തിരിച്ചെടുക്കണം. അതിനായിട്ട് നമുക്കൊരു സേഫ്റ്റി പിൻ വെച്ചിട്ട് നമുക്ക് നല്ല വശം ഇതുപോലെ തിരിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ നല്ല വശം നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കണം. നമ്മൾ രണ്ടും ജോയിൻ ചെയ്തിട്ടില്ലേ, അവിടെ ആയിട്ട് നമ്മളിത് വെച്ച് കൊടുക്കുകയാണ്. കണ്ടോ അവിടെ നമ്മൾ ഇതിൻ്റെ ടോപ്പ് പോർഷനിൽ, അതായത് ഏറ്റവും മുകളിലായിട്ടാണ് ഈ ബാൻഡിൻ്റെ ഏറ്റവും മുകളിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. മുകളിലും താഴെയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം, ഇതിൽ കാണുന്ന പോലെ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഉണ്ടോ ടോപ്പ്. എന്നിട്ട് അറ്റെത്തുമ്പോൾ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ സിബിൻ്റെ അവിടെയാണ് നമ്മൾ ഇത് ചെയ്ത് അറ്റത്തായിട്ട് വെക്കുന്നത്. സിബിൻ്റെ അവിടെ അവസാനിക്കുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു ബാൻഡ് വെച്ച് കൊടുക്കുന്നത്. അറ്റൊന്ന് മടക്കി പിടിച്ചു കൊടുക്കുക. രണ്ടായിട്ട് മടക്കിയിട്ട് അന്നൊരു നീറ്റ് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി താഴെ ഭാഗം ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നുവെച്ചാൽ ഈ ബാൻഡിൻ്റെ താഴെ ഭാഗം കേട്ടോ. ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യില്ല. കുറച്ചൊരു സ്പേസ് ഇട്ട് കൊടുക്കും. ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ചൊക്കെ സ്പേസ് ഇട്ട് കൊടുക്കുക. നമുക്ക് ആ ഇലാസ്റ്റിക് കയറ്റാനും വേണ്ടിയിട്ട് മാത്രം. ബാക്കി ഉണ്ടോ അവിടെ നമ്മൾ കുറച്ച് സ്പേസ് ഇട്ടിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്തില്ല. എന്നിട്ട് നമ്മൾ ഇലാസ്റ്റിക് എടുത്തു. ഇലാസ്റ്റിക്കിൻ്റെ വീതി വന്നിട്ട് നമുക്ക് 3/4 ഇഞ്ചാണ് കേട്ടോ ഇലാസ്റ്റിക്കിൻ്റെ വീതി. അപ്പോൾ നമ്മളിവിടെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും കുറച്ചൊന്ന് കൂടുതലായിട്ട് നിൽക്കണം നമ്മുടെ ബാൻഡ്. അതുപോലെ ഏറ്റെടുക്കുക കേട്ടോ നിങ്ങൾ. ഞാൻ ഈ ഒരു പിൻ വെച്ചിട്ട് നമുക്ക് ഇലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ സ്പേസ് ഇട്ടിട്ടുണ്ടല്ലോ അതുകൂടെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇലാസ്റ്റിക് നമ്മൾ കയറ്റി കൊടുക്കുക. ഇനി ഇലാസ്റ്റിക്കിൻ്റെ വിഡ്ത്ത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുഞ്ഞിൻ്റെ ഹിപ്പ് മെഷർമെൻ്റ് ഉണ്ടല്ലോ, അത് എത്രയാണോ അതിന് 2 ഇഞ്ച് കുറച്ചിട്ട് നമുക്ക് ഇലാസ്റ്റിക് എടുത്താൽ മതിയാവും. ഇലാസ്റ്റിക് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് നമ്മൾ വലിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എല്ലാവരുടെയും കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഇലാസ്റ്റിക് ഒന്ന് വലിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് രണ്ടും ചേർത്ത് വെച്ച് അടിക്കണം. ഇലാസ്റ്റിക് രണ്ടും ചേർത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് സ്പേസ് ഇട്ടില്ലേ, ആ ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കി എടുക്കാം. അപ്പം അത്രയേ ഉള്ളൂ, നമ്മുടെ ജംപ് സ്യൂട്ട് റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജംപ് സ്യൂട്ടാണ് കേട്ടോ. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാം, കുറച്ച് സമയം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും. അവിടെ ഇപ്പം നമ്മുടെ ജംപ് സ്യൂട്ട് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോയുടെ തൊട്ട് താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിടാം കേട്ടോ. ബൈ.